പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ എത്ര ഇൻസിഡൻസ് ഓഫ് ഡെത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത്. മെഷറിംഗ് മോർട്ടാലിറ്റി അണ്ടർസ്റ്റാൻഡ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതിന് മെഷറിംഗ് മോർട്ടാലിറ്റി സഹായിക്കും. പിന്നെ കോസസ് ഓഫ് ഡെത്ത്, മരണത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്ത്, പോപ്പുലേഷൻ ചേഞ്ച് ഓവർ ടൈം, ഒരു ടൈമിൽ എത്ര പോപ്പുലേഷനിൽ ചേഞ്ച് വരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി വളരെ സഹായകരമാണ്. ഇനി ക്രൂഡ് ഡെത്ത് റേറ്റ് ഉണ്ട്. ക്രൂഡ് ഡെത്ത് റേറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഒക്യൂറിംഗ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരിയഡ് പെർ 1000 പീപ്പിൾ ഇൻ ദ മീഡിയർ പോപ്പുലേഷൻ. ക്രൂഡ് ഡെത്ത് റേറ്റ് മോർട്ടാലിറ്റിയിൽ ഒന്നാമത്തെ മെഷർമെന്റ് ആണ്. ക്രൂഡ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഏജോ സെക്സ് ഡിസ്ട്രിബ്യൂഷനോ ഒന്നും നമ്മൾ എടുക്കില്ല. മോർട്ടാലിറ്റി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നതിനാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 1000 ആളുകൾ ഉള്ളതിൽ എത്ര ആളുകൾ ഒരു വർഷം മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് നമ്മൾ പറയുക. ടോട്ടൽ ഡെത്ത് ഇൻ എ ഇയർ, ഒരു വർഷത്തിലെ എത്ര ആൾ മരിച്ചു, മിഡിയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഇത് നമുക്ക് ടോട്ടൽ ഡെത്ത് ഇൻ ഇയർ, ഒരു വർഷത്തിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളത് കിട്ടണം. അതിന്റെ ഒരു വർഷത്തിന്റെ മിഡിയർ പോപ്പുലേഷൻ എടുക്കാനുള്ള ജൂലൈ 1 അതിന് 1000 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു കൺട്രിയിൽ 50,000 മരണം നടന്നു. 50,000 മരണം നടന്നു. ഓക്കെ, 50,000 മരണം ഒരു വർഷം നടന്നു. അതിന്റെ മിഡിയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1 കോടിയാണ്. 50,000 ഡിവൈഡഡ് ബൈ 1 crore ഇൻറ്റു 1000. നമ്മൾ എപ്പോഴും മോർട്ടാലിറ്റിയും ഫെർട്ടിലിറ്റിയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഇവന്റിനെ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുക. ഇവന്റിനെ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ടാണ് എടുക്കുക. ടോട്ടലിനെ പോപ്പുലേഷനെ നമ്മൾ എടുക്കുക ഡിനോമിനേറ്റർ ആയിട്ടാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്ന് പറയുന്നത് 5 ഡെത്ത് പെർ 1000 പോപ്പുലേഷൻ. 5 ആളുകളിൽ 1000 ആൾക്കാരിൽ 5 ആൾക്കാർ ഒരു വർഷം മരിക്കേണ്ടതാണ് അതുകൊണ്ട് അർത്ഥമാണ്. ദിസ് മീൻസ് ദാറ്റ് ഇൻ ഓൺ ആവറേജ് 5 പീപ്പിൾ ഡൈ പെർ 1000 ഇൻഡിവിജ്വൽ ഇൻ ദാറ്റ് പോപ്പുലേഷൻ ഇൻ ദ ഇയർ 2024. ഇതിന് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു പോപ്പുലേഷനിലെ മോർട്ടാലിറ്റി ലെവലിന്റെ ക്വിക്ക് സ്നാപ്ഷോട്ട് ലഭിക്കാം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ഏരിയയിൽ 1000 ആളുകളിൽ 5 ആൾ മരിക്കുന്നുണ്ട്. ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള സ്നാപ്ഷോട്ട് തരാണ്. ഇത് നമുക്ക് 2 റീജിയൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ, 2 കൺട്രികൾ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. യൂസ്ഡ് ബൈ പോളിസി മേക്കേഴ്സ് ടു പ്ലാൻ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ്. ഒരു രാജ്യത്തിലെ ഹെൽത്ത് കെയറും സോഷ്യൽ സർവീസും പ്ലാൻ ചെയ്യുന്നത് പോളിസി മേക്കേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ സെക്സ് ഡിഫറൻസോ ഇതൊന്നും ഏജ് ഡിഫറൻസോ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റും സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ഒക്കെ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇനി സ്പെസിഫിക് ഡെത്ത് റേറ്റ്, സംടൈംസ് അതിനെ നമ്മൾ പറയും ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. സ്പെസിഫിക് ഡെത്ത് റേറ്റ് മെഷേഴ്സ് ഡെത്ത് റേറ്റ് എ പർട്ടിക്കുലർ സബ് ഗ്രൂപ്പ് ഓഫ് ദ പോപ്പുലേഷൻ യൂഷ്വലി ഡിഫൈൻഡ് ബൈ ഏജ്, സെക്സ്, കോസസ് ഓഫ് ഡെത്ത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. പൊതുവെ ഏജ് ആണ് എടുക്കാറുള്ളത്. ഒരു ഏജ് ഗ്രൂപ്പിൽ എത്ര ആൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 45 വയസ്സ് വരെയുള്ള ആളുകളിൽ 1000 ആളുകളിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്. ഇതാണ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്സ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ, ജെൻഡർ സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറയുമ്പോൾ ആണുങ്ങളിൽ എത്ര ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ എത്ര ആളുകൾ. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ സ്പെസിഫിക് ഡെത്ത് റേറ്റ് എടുക്കുന്ന വെച്ചാൽ ഒരു മോർട്ടാലിറ്റിയുടെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ എന്താ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ, ഹോൾ പോപ്പുലേഷന് പകരം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീകളിലാണ് ഇത് കൂടുതലും എന്തുകൊണ്ട് എന്നുള്ള പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജെൻഡർ ബേസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടണം, അല്ലെങ്കിൽ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽ കിട്ടണം. ഇറ്റ് ഹെൽപ്സ് ഐഡന്റിഫൈ വിച്ച് ഗ്രൂപ്പ് ഹാവ് ഹയർ മോർട്ടാലിറ്റി റിസ്ക്. ഏത് ഗ്രൂപ്പാണ് ഹയർ മോർട്ടാലിറ്റി റിസ്ക്, ഇൻഫാന്റ് ആണോ, എൽഡർലി ആണോ, മെയിൽ ആണോ, ഫീമെയിൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടാർഗറ്റിംഗ് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ. പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ ടാർഗറ്റ് ചെയ്യുന്നതിന് ഇത് യൂസ്ഫുൾ ആണ്. ഇത് പ്രധാനമായിട്ട് 3 എണ്ണമാണുള്ളത്. ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, അത് ഏജ് ഗ്രൂപ്പിലാണ് എടുക്കുക. ഡെത്ത് പെർ 1000 ആളുകളിൽ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സെക്സ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, സ്ത്രീകളിൽ എത്ര ആളുകൾ, 1000 സ്ത്രീകളിൽ എത്ര ആളുകൾ മരിക്കണം, ആണുങ്ങളിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്. ഈ കോസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, ഡെത്ത് ഡ്യൂ ടു സ്പെസിഫിക് കോസ്, ക്യാൻസർ കൊണ്ട് എത്ര ആളുകൾ മരിക്കുന്നുണ്ട്, 1000 ക്യാൻസർ രോഗികളിൽ എത്ര ആൾ മരിക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ. നമ്പർ ഓഫ് ഡെത്ത് വിച്ച് ഒക്കേർഡ് അമംഗ് സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിംഗ് എ ഗിവൺ ഇയർ. ഇത് ഏജ് സ്പെസിഫിക് ആണ്. ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്, ആ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന്റെ
പോപ്പുലേഷൻ എത്ര ഇൻറ്റു 1000. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് നമ്മൾ ഫെർട്ടിലിറ്റി പറഞ്ഞത് നേരെ മോർട്ടാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളൂ. അപ്പോൾ 60 മുതൽ 69 വയസ്സ് വരെയുള്ള 500 ആളുകൾ ഒരു വർഷം മരിക്കുന്നുണ്ട്. ആ 60 69 വരെയുള്ള ആളുകൾ ആ രാജ്യത്ത് 50,000 ആണ്. അപ്പൊ ആ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന്റെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 500 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 1000, 10 ഡെത്ത് പെർ 1000 പീപ്പിൾ ഏജ്ഡ് 60 to 69. 60 മുതൽ 69 വരെയുള്ള 1000 ആളുകളിൽ 10 ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഹൈലൈറ്റ്സ് മോർട്ടാലിറ്റി ഡിഫറൻസ് അക്രോസ് ഗ്രൂപ്പ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ മോർട്ടാലിറ്റി ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഏജിലോ സെക്സിലോ ഏതെങ്കിലും പർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ലൈഫ് എക്സ്പെക്ടൻസി, സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റും മനസ്സിലാക്കാൻ ഇത് സാധിക്കും. ഇനി സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് SDR തന്നെ പറയും. അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റ് ദാറ്റ് എലിമിനേറ്റ് ദ എഫക്ട് ഓഫ് ഡിഫറെന്റ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ വെൻ കമ്പയറിംഗ് മോർട്ടാലിറ്റി ബിറ്റ്വീൻ പോപ്പുലേഷൻ ഓവർ ടൈം. ഓവർ ടൈമിൽ നമ്മൾ പോപ്പുലേഷനിൽ മോർട്ടാലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് ഡിസ്ട്രിബ്യൂഷന്റെ എഫക്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്. ക്രൂഡ് ഡെത്ത് റേറ്റ് ക്യാൻ ബി മിസ്ലീഡിംഗ് ബിക്കോസ് ഇറ്റ് ഡസന്റ് അക്കൗണ്ട് ഫോർ ഡിഫറൻസ് ഇൻ ഏജ് സ്ട്രക്ചർ. ഏജ് സ്ട്രക്ചർ ഇതിൽ എടുക്കുന്നില്ല ക്രൂഡ് ഡെത്ത്. ഓക്കെ, ഇതിന് നമ്മൾ വൈ സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് എന്ന് ചോദിച്ചാൽ ടു മേക്ക് ഫെയർ കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് പോപ്പുലേഷൻ ഓർ ഏരിയ. ഡിഫറെന്റ് പോപ്പുലേഷനോ ഏരിയയോ കമ്പാരിസൺ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. ട്രൂ ആയിട്ടുള്ള ശരിയായിട്ടുള്ള മോർട്ടാലിറ്റി ലെവൽ മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കാൻ സഹായകരമാണ്. അതേപോലെ ഡിഫറെന്റ് ഏജ് കോമ്പോസിഷനിലുള്ള ബയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബയാസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. പബ്ലിക് ഹെൽത്ത് പ്ലാനിങ്ങിനും ഇവാലുവേഷനും പോളിസി മേക്കിങ്ങിനും ഇത് യൂസ്ഫുൾ ആണ്. ഇത് രണ്ട് മെത്തേഡ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് കാണും. സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ, നാഷണൽ ഓർ ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ എടുക്കും. ഈ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിന്റെ ടോട്ടൽ എടുക്കും സിഗ്മ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പോപ്പുലേഷന് വേണ്ടി ഇൻറ്റു ചെയ്യും. എന്നിട്ട് ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ നമ്മൾ എടുക്കും. സ്റ്റാൻഡേർഡ് ഡെത്ത് റേറ്റ്, സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ ടോട്ടൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, സം ഓഫ് എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ടോട്ടൽ എക്സ്പെക്ടഡ് ഡെത്ത് ഓഫ് ടോട്ടൽ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. ഇത് നമ്മൾ എടുക്കുന്നത് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിനെ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിലൂടെ നമുക്ക് ആ ബയാസുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇത് ലാർജ് പോപ്പുലേഷനിൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് ഡാറ്റ എടുക്കാൻ ഇത് സഹായിക്കും. നാഷണൽ കമ്പാരിസണിൽ ഇത് യൂസ്ഫുൾ ആണ്. ഇത് ഡിപ്പെൻഡ് ഓൺ ഹെവിലി ഓൺ ദ ചോയ്സ് ഓഫ് സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ എടുക്കുന്നതിലെ ചോയ്സിന്റെ അടിസ്ഥാനത്തിലാണ്. മേ നോട്ട് റിഫ്ലക്ട് മോർട്ടാലിറ്റി ഇംപ്രൂവ്മെന്റ് അക്രോസ് ആൾ ഏജ് ഗ്രൂപ്പ്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് applies the standard age specific death rate to the age structure of the population under study to calculate expected number of death. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് use standard age specific death rate multiplied by population of each group of the study area, sum of the expected death. എന്നിട്ട് അതിലൂടെ നമുക്ക് expected death കിട്ടും. ഡിവൈഡ് ഒബ്സർവ്ഡ് ഡെത്ത് ബൈ എക്സ്പെക്ടഡ് ഡെത്ത് ഗെറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏരിയയിൽ ഒബ്സർവ് ചെയ്യുന്ന ഡെത്ത് ഡിവൈഡഡ് ബൈ അവിടെ പ്രതീക്ഷിക്കുന്ന ഡെത്ത്, അതിനെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഏരിയ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ പോപ്പുലേഷൻ ഇൻ ഏജ് ഈ ഓരോ ഏജ് ഗ്രൂപ്പിലെ ഈച്ച് ഏജ് ഗ്രൂപ്പിന്റെ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ എന്നിട്ട് അതിന്റെ സം എടുക്കും, അതാണ് എക്സ്പെക്ടഡ് ഡെത്ത്. ഇനി ഒബ്സർവ്ഡ് ഡെത്ത് എടുക്കുക. ഓക്കെ, ഈ രീതിയിലാണ് ഇത് ചെയ്യാറുള്ളത്. മൾട്ടിപ്ലൈ ബൈ SMR കൊണ്ട് ബൈ ക്രൂഡ് ഡെത്ത് റേറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ ടു ഗെറ്റ് അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റ്. അതിന് നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റ്. ഓക്കെ, ഫോർ സ്മോൾ പോപ്പുലേഷൻ ഓർ ഗ്രൂപ്പ് വേർ ഏജ് സ്പെസിഫിക് റേറ്റ് ആർ അൺനോൺ ആൻഡ് അൺസ്റ്റേബിൾ. ചെറിയ പോപ്പുലേഷനിൽ ഏജ് സ്പെസിഫിക് റേറ്റ് നമുക്ക് അൺനോൺ ആണ്, അൺസ്റ്റേബിൾ ആണ്. ഇതിന്റെ യൂസ് ഒക്കുപേഷണൽ സ്റ്റഡി, ട്രൈബൽ കമ്മ്യൂണിറ്റി, സ്പെസിഫിക് ഹെൽത്ത്, ഈ ചെറിയ ഗ്രൂപ്പിന്റെ ഇടയിൽ ബെസ്റ്റ് ഇതാണ്. അഗൈൻ റിസൾട്ട് ഡിപ്പെൻഡ് ഓൺ സ്റ്റാൻഡേർഡ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതുള്ളത് എന്നുള്ളതാണ്. അതേപോലെ SMR ഈസ് നോട്ട് എ റിയൽ റേറ്റ്, SMR റിയൽ റേറ്റ് അല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് സ്റ്റഡി പോപ്പുലേഷൻ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിൽ നിന്നാണ്. സ്റ്റഡി പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. ലാർജ് പോപ്പുലേഷൻ പിന്നെ അറിയുന്ന ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ സ്മോൾ പോപ്പുലേഷൻ ആണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ്, അൺനോൺ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണ്. ഇനി ഔട്ട്പുട്ട് അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റ് ഡയറക്റ്റ് മെത്തേഡിൽ കിട്ടും.
സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് ആണ് ഏതിൽ കിട്ടുക? ഇൻഡയറക്റ്റഡ് മെത്തേഡിൽ. സെൻസിറ്റീവ് ടു സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ. സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ അനുസരിച്ച് ഇതൊരു സെൻസിറ്റീവ് ആണ്. ലെസ് ഇൻഡ്യൂഷൻ ഓഫ് ജനറൽ യൂസ്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ യൂസ് കേസ് എന്ന് പറയുന്നത് പ്രോബ്ലം പൊതുവെ വരാറില്ല. രണ്ട് ടൗൺ എടുക്കാം, സിമിലർ ക്രൂഡ് ഡെത്ത് റേറ്റ് എടുക്കാം. ടൗൺ എ ആസ് എ മെനി എൽഡർലി പീപ്പിൾ. ഒരു ഏരിയയിൽ കുറെ എൽഡർലി പീപ്പിൾ ഉണ്ട്. ബിയിൽ യങ്ങർ പോപ്പുലേഷൻ ആണ്. വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ഇറ്റ് ലുക്സ് ലൈക്ക് ബോത്ത് ടൗൺ ഹാവ് ഈക്വൽ മോർട്ടാലിറ്റി റിസ്ക്. But once we apply standardized method, we might find town a high death rate is just due to old age. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഏരിയ ഉണ്ട്. എയില് ഉള്ള ഒരു പ്രത്യേകത എൽഡർലി പീപ്പിൾ ആണ്. ബിയിലുള്ള പ്രത്യേകത യങ്ങർ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ എയില് കൂടുതലായിട്ട് ആളുകൾ മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിയിൽ മരിക്കുന്നുണ്ട്. അതിന് ഏത്തിന് കാരണം എന്ന് പറയുന്നത് ടൗൺസ് എ ഹൈ ഡെത്ത് റേറ്റ് ഈസ് ജസ്റ്റ് ഡ്യൂ ടു ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് കൊണ്ട് പ്രായമുള്ള കൂടുതലുണ്ട്, അവിടെ ഹൈ ഡെത്ത് റേറ്റ് ആയിരിക്കും. ഹയർ പ്രീമെച്യൂർ. ബിയിലാണ് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം ഹയർ പ്രീമെച്യൂർ മോർട്ടാലിറ്റി. മെച്യൂർ ആകുന്നതിന് മുമ്പ് കൂടുതൽ യുവാക്കൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ് അണ്ടർ 1 year ഓഫ് ഏജ് പെർ 1000 ലിവ് ബർത്ത് ഇൻ എ ഗിവൺ ഇയർ. ഒരു വർഷത്തിനിടയ്ക്ക് 1000 കുട്ടികൾ ജനിച്ചാൽ ആ ജനിച്ച കുട്ടികൾ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട്? 1000 കുട്ടികളിൽ 1000 കുട്ടികൾ ഒരു വർഷത്തിനിടയ്ക്ക് ജനിച്ചാൽ അതിൽ എത്ര കുട്ടികൾ ഒരു വർഷം ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നുണ്ട്? അതിനെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത്, ഒരു വർഷം ആകുന്നതിന് മുമ്പ് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലിവ് ബർത്ത്, എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട് ആ കാലയളവിൽ, ഇൻറ്റു 1000. ഇതിനെ ഇൻഫാന്റ് ഡെത്ത് നമുക്ക് ഇൻഫാന്റ് ഡെത്ത് അറിയാം, ലൈവ് ബർത്ത്, ബേബീസ് ബോൺ അലൈവ്. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 12,000 കുട്ടികൾ ഒരു വർഷം ഒരു രാജ്യത്ത് ജനിക്കുന്നുണ്ട്. അതിൽ 150 കുട്ടികൾ ഒരു വയസ്സാകുന്നതിന് മുമ്പ് മരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും 150 ഡിവൈഡ് ബൈ 12,000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 15 കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയും ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് കണ്ടീഷനെയും അവിടുത്തെ പോപ്പുലേഷന്റെ വെൽബീയിങ്ങിനെയും സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഹൈ IMR ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ ആ രാജ്യത്തിലെ പൂർ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്, അവിടെ മാൽ ന്യൂട്രീഷൻ ആണ്, പൂർ സാനിറ്റേഷൻ ആണ്, അതർ സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ടു മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം. പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം മോണിറ്റർ ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇത് ഗവൺമെന്റും ഹെൽത്ത് ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു സാധനമാണ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. നിയോനാറ്റൽ മോർട്ടാലിറ്റി നേരത്തെ നമ്മൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിൽ IMR നമ്മൾ എടുത്തത് എന്താണ്? ഒരു വയസ്സാകുന്നതിന് മുമ്പാണ്, ഒരു വയസ്സാകുന്നതിന്. എന്നാൽ നിയോനാറ്റൽ മോർട്ടാലിറ്റിയിൽ ഒരു കുട്ടി ജനിച്ചിട്ട് ഒരു മാസം ആകുന്നതിന് മുമ്പ് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. 1000 കുട്ടികൾ ജനിച്ചാൽ അതിൽ എത്ര കുട്ടികൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് മരിക്കുന്നുണ്ട്? നമ്പർ ഓഫ് നിയോനാറ്റൽ ഡെത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ലീവ് ബർത്ത് ഇൻറ്റു 1000. ഇതാണ് എന്ത് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്പർ ഓഫ് നിയോനാറ്റൽ ഡെത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ലീവ് ബർത്ത് ഇൻറ്റു 1000. ഓക്കെ, നമ്മൾ ഒരു പ്രദേശത്ത് 10,000 ജനനം നടന്നു, അതിൽ 120 കുട്ടികൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ 120 ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 നിയോനാറ്റൽ ഡെത്ത് പെർ 1000 ലീവ് ബർത്ത്. 10,000 കുട്ടികൾ ജനിച്ചാൽ 12 കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പ്രദേശത്തെ നിയോനാറ്റൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയെ ആണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പ്രീമെച്യൂർ ബർത്ത് ഉണ്ടാകുന്നുണ്ട്, ഇൻഫെക്ഷന്, ബർത്ത് കോംപ്ലിക്കേഷൻ, ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ ഈ ഹൈ ഇത് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് യൂസ്ഡ് ടു ട്രാക്ക് പ്രോഗ്രസ് ഇൻ റെഡ്യൂസിങ് ഏർലി ഇൻഫാന്റ് മോർട്ടാലിറ്റി. ഏർലി ഇൻഫാന്റ് മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് യൂസ് ആണ്. ന്യൂ ബോൺ സർവൈവലിന്റെ ഇംപ്രൂവ്മെന്റിനും ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ പ്രഗ്നൻസി കൊണ്ട് കുട്ടികൾ ജനിക്കുമ്പോൾ അതിന്റെ കാരണം കൊണ്ട് അമ്മ മരിക്കാം. പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസിയുടെ ടെർമിനേഷന്റെ 42 ദിവസത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് 1000-ലാണ് പൊതുവെ പറയാറുള്ളത്. ചിലപ്പോൾ നമുക്ക് 1000-ലല്ല 1 lakh-ലാണ് പറയാറുള്ളത്. ചില കേസിൽ എന്ത് ചെയ്യും, നമ്മൾ 1000-ൽ ചില ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥമാക്കുന്നത് മെറ്റേണൽ ഡെത്ത് ഇൻക്ലൂഡ് ഡെത്ത് ഡ്യൂ ടു കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ടു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്. പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് എത്ര രക്ഷിതാക്കൾ മരിക്കുന്നുണ്ട്, ഓക്കെ, മദർ മരിക്കുന്നുണ്ട്.
അത് 1 lakhിലാണ് ഇത് പറയാറുള്ളത്. ഇത് റയർ ആയിട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് 10,000ലേക്ക് എടുത്തത്. ഒരു കൺട്രിയിൽ 500 ആള് മദേഴ്സ് മരിക്കുന്നുണ്ട്. 1 ലക്ഷം 10 ലക്ഷം ആളുകൾ ജനിച്ചതിൽ. അതിന്റെ അർത്ഥം 500 ഡിവൈഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 1000. ഇതിന്റെ അർത്ഥം 50 മദേന ഡെത്ത് പെർ 1000 ലീവ് ബർത്ത്. 1 lakh ലീവ് ബർത്ത്. 1 ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോ എത്ര ആള് മരിക്കുന്നുണ്ട്, എത്ര രക്ഷിതാക്കൾ മരിക്കണം? 50. ഇവിടെ എടുക്കുന്ന നമ്പർ ഓഫ് ലീവ് ബർത്ത്, എത്ര കുട്ടികൾ ആ ഒരു വർഷത്തിനുള്ളിൽ ജനിച്ചിട്ടുണ്ട്, എത്ര രക്ഷിതാക്കൾ മരിച്ചിട്ടുണ്ട് ഇൻറ്റു 1000. ഓക്കെ, ഇത് വുമന്റെ ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഒക്കെ മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണ്. നാച്ചുറൽ ഇൻക്രീസ് റേറ്റ് ഈസ് ദ റേറ്റ് at which population grows or decline in a year due to difference between number of birth and number of death excluding migration ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് നമ്പർ ഓഫ് ബർത്തും നമ്പർ ഓഫ് ഡെത്തും തമ്മിലുള്ള ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന അതിൽ എത്ര പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുന്നു, 1000 ആളുകൾ മരിക്കുന്നു, അവിടെ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ 1000 കുട്ടികൾ ജനിക്കുന്നു, 500 ആളെ മരിക്കുന്നെങ്കിൽ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട് ഒരു വർഷത്തിനടുത്ത്. അപ്പോൾ നമ്പർ ഓഫ് ബർത്ത് മൈനസ് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇതിന് നമ്മൾ 30,000 കുട്ടികൾ ജനിക്കുന്നുണ്ട്, 10,000 കുട്ടികളാണ് മരിക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ 10,000 ആണെന്ന് കരുതാം. 30,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ 10 lakh ആണ്. 10 lakh ആണ്. 30,000 മൈനസ് 10,000 ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഞാൻ നോട്ടിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദ പോപ്പുലേഷൻ ഗ്രോസ് നാച്ചുറലി 2% per year ignoring മൈഗ്രേഷൻ ഇഗ്നോർ ചെയ്തുകൊണ്ട് 2% പോപ്പുലേഷൻ ഗ്രോസ് നാച്ചുറലി ഉണ്ടാകുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. 2% പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റൽ ഇൻഡെക്സ് ഇസ് എ ഡെമോഗ്രാഫിക് മെഷർ ദാറ്റ് ഷോസ് ദ പ്രപ്പോർഷൻ ഓഫ് ബർത്ത് ദാറ്റ് സർവൈവ് ഇൻഫാൻസി. ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയിൽ എത്ര ആളുകൾ എന്താണ് സർവൈവ് ഇൻഫാൻസി സ്റ്റേജിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ലീവ് ബർത്ത് മൈനസ് നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലീവ് ബർത്ത്. ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയിൽ എത്ര ആൾക്കാർ സർവൈവ് ചെയ്യുന്നുണ്ട്, ഇൻഫാൻസി സ്റ്റേജ് ഒരു വർഷം പിന്നിടുന്നുണ്ട്. ഓക്കെ, ലീവ് ബർത്തും ഇൻഫന്റ് ഡെത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എത്ര പെർസെന്റേജ് ഓഫ് ഇൻഫാന്റ് ഹു സർവൈവ് ദെയർ ഫസ്റ്റ് ഇയർ സർവൈവ് ചെയ്യുന്ന എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്, കുട്ടികൾ ജനിച്ചതിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ മെഷർ ചെയ്യുന്നതിൽ ടോട്ടൽ ലീവ് ബർത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെത്ത് ആയിട്ടും നമ്മൾ കാണാറുണ്ട്, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം 20,000 ലീവ് ബർത്ത്, 20,000 കുട്ടികൾ ജനിക്കുന്നുണ്ട്, 50 ഇൻഫാന്റ് ഡെത്ത് ഉണ്ട്. അതിന്റെ അർത്ഥം വൈറ്റൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 20,000 മൈനസ് 500 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു 100 എന്ന് പറയാം 97.5%. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് 100 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 97.5% കുട്ടികളും ഒരു വയസ്സ് പിന്നിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി സെക്സ് റേഷ്യോ നമ്മൾ പറയാറുള്ളത് 1000 ആണുങ്ങൾക്ക് എത്ര സ്ത്രീകളുണ്ട്. സെക്സ് റേഷ്യോ നമ്പർ ഓഫ് മെയിൽ പെർ 1000 ആണ്. 1000 ഫീമെയിൽസ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഫ്രം 1000 ഫീമെയിൽ. ഇത് ഇവിടെ 1000 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കോമൺലി യൂസ്ഡ് ഫോം ഇൻ ഇന്ത്യ മെനി കൺട്രീസ് 1000 ഇത് പറയാറുള്ളത്. സെക്സ് റേഷ്യോ 10,000 ആണ്, മീൻ ഫീമെയിലും മെയിലും ഈക്വൽ ആണ്. ഇത് പറയാറുള്ളത് നമ്പർ ഓഫ് ഫീമെയിൽ പെർ 1000 മെയിലാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മെയിൽസ് ഇൻറ്റു 1000. ഇനി 1000 കുറവാണെങ്കിൽ മെയിലിനെക്കാട്ടിലും കുറവാണ് ഫീമെയിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. 1000 കൂടുതലാണെങ്കിൽ ഫീമെയിൽ ആണ് കൂടുതൽ മെയിലിനെക്കാട്ടിലും. 48,000 ഫീമെയിൽ ഉണ്ട്, 50,000 മെയിൽ ഉണ്ട്. 48,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു 960 ഫീമെയിൽസ് പെർ 1000 മെയിൽ. 1000 ആണുങ്ങൾക്ക് 960 ഫീമെയിൽ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതുകൊണ്ട് ഇത് ഒരു ജെൻഡർ ബാലൻസ്, ഒരു എക്കോണമിയിലെ ഒരു രാജ്യത്തിലെ ഒരു പോപ്പുലേഷനിലെ ജെൻഡർ ബാലൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പോപ്പുലേഷൻ സെക്സ് റേഷ്യോ കൂടുതൽ 1000 കൂടുതലാണെങ്കിൽ അതൊരു ഡെവലപ്ഡ് പ്ലേസ് ആണ് എന്നുള്ളത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കും. ഫീമെയിൽ ഇൻഫാനിസൈഡ് ഇല്ല, മൈഗ്രേഷൻ പാറ്റേൺ ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കും. ഇതിലൂടെ എന്ത് ചെയ്യാം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സർവീസ് ഒക്കെ പ്ലാനിങ് ചെയ്യാൻ സാധിക്കും. ഇനി കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്
കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്, പെർസെന്റേജ് ഓഫ് കപ്പിൾ ഹു ആർ എഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ചൈൽഡ് ബർത്ത് ത്രൂ യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എത്ര കപ്പിള് ചൈൽഡ് ബർത്ത് നിന്ന് അഗൈൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കോണ്ടം പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, കോണ്ടംസ്, പിൽസ്, IUDs, സ്റ്റെറിലൈസേഷൻ പോലുള്ള പല ബർത്ത് കൺട്രോൾ ടെക്നിക്ക് എത്ര ആളുകൾ യൂസ് ചെയ്യുന്നു. നമ്പർ ഓഫ് കപ്പിൾസ് യൂസിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, എത്ര കപ്പിൾസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ കപ്പിൾ, എത്ര എലിജിബിൾ കപ്പിൾ ഇൻറ്റു 100 ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 10,000 എലിജിബിൾ കപ്പിൾ ഉണ്ട് ഒരു ഏരിയയിൽ, അതിൽ 4,000 ആൾക്കാർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം 40% ആളുകളും കപ്പിൾസും പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് പ്രഗ്നൻസി ത്രൂ കോൺട്രാസെപ്ഷൻ. ഓക്കെ, ഇമ്പോർട്ടൻസ് എന്ന് ഗവൺമെന്റ് ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫാമിലി പ്ലാനിങ് എഫക്റ്റീവ്നെസ്. ഇത് ഗവൺമെന്റിനും ഹെൽത്ത് ഓർഗനൈസേഷനും ഫാമിലി പ്ലാനിങ് എഫക്റ്റീവ് ആയി നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈ CPR യൂഷ്വലി കോറിലേറ്റ് വിത്ത് ലോവർ ബർത്ത് റേറ്റ്. CPR കൂടുതലാണെങ്കിൽ ലോവർ ബർത്ത് റേറ്റ് ആയിരിക്കും, ബെറ്റർ മെറ്റേണൽ ഹെൽത്ത് ആയിരിക്കും. യൂസ്ഡ് ഫോർ പ്ലാനിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസ് പ്ലാനിങ് മനസ്സിലാക്കാൻ സഹായിക്കും. പോപ്പുലേഷൻ കൺട്രോൾ മെഷർ ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇത്രയാണ് മെഷേഴ്സ് ഓഫ് മോർട്ടാലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.